നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ചരിത്ര സംഭവമാകാൻ പോവുകയാണ് വസുന്ധര പ്രിയങ്ക കൂടിക്കാഴ്ച. അതെ, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ വസുന്ധര രാജയും കോൺഗ്രസിൻ്റെ നേതാവായ പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസിന് വേണ്ടി പുതിയ ഒരു സഖ്യം തന്നെ തയ്യാറാവുകയാണ് അണിയറയിൽ. നമുക്കറിയാം, രാജസ്ഥാനിൽ വിവിധ സഖ്യകക്ഷികളുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നാണ് CPIMൻ്റെ അമ്ര റാം പോലും സിക്കാർ മണ്ഡലത്തിൽ വിജയിച്ചത്. ഇത്തരത്തിൽ കോൺഗ്രസ് പുതിയ സഖ്യ സാധ്യതകൾ തേടുകയാണ്. വസുന്ധര വന്നാൽ BJPയുടെ ചീട്ട് കീറുമെന്ന് നന്നായി അവിടുത്തെ പ്രധാന നേതാക്കളായ അർജുൻ റാം മേഘ്വാളിനും അതുപോലെ തന്നെ ഗജേന്ദ്ര ഷെഖാവത്തിനും നന്നായി അറിയാം. കാരണം അവർക്കറിയാം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ബ്രാഹ്മണനായിട്ടുള്ള നേതാവിനെ അപ്പോയിൻ്റ് ചെയ്തത് ഉൾപ്പെടെ അത് വസുന്ധരയെ വെട്ടിമാറ്റാനും വസുന്ധരയെ ഒന്നുമല്ലാതാക്കാനും വേണ്ടിയുള്ള നീക്കമായിരുന്നു. എന്നാൽ ഭജൻലാലിന് വലിയ തോതിലുള്ള ജനരോക്ഷം നേരിടേണ്ടി വരികയാണ്. മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്കെതിരെയും നിരവധിയായ അഴിമതി ആരോപണങ്ങൾ അതിശക്തമായി നിൽക്കുന്നു. കോൺഗ്രസ് സ്കാറ്റേർഡായി നിന്നതുകൊണ്ട് മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. വോട്ട് ഷെയറിൽ BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസമില്ലായെങ്കിലും 110 സീറ്റുകൾ BJP നേടിയത്, അതായത് കോൺഗ്രസിനേക്കാൾ 35ഓളം സീറ്റുകൾ അധികം നേടിയെടുത്തത് ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള അവസ്ഥ കൊണ്ട് മാത്രമാണ്. അതല്ലായിരുന്നുവെങ്കിൽ, ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ 96 സീറ്റ് എന്ന മാർജിനും മറികടന്നുകൊണ്ട് മുന്നേറാൻ കഴിയുമായിരുന്നു. ടോങ്ക് മണ്ഡലത്തിൽ സച്ചിൻ പൈലറ്റ് വിജയിച്ചു. സർദാർപുരയിൽ അശോക് ഗെലോട്ടിന് വലിയ വിജയമായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാമാന്യം ഭേദപ്പെട്ട ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. വടക്കേ ഇന്ത്യയിൽ രാജസ്ഥാനിൽ പ്രത്യേകിച്ചും മരുഭൂമി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന നിലയിലും ഒക്കെ അവിടെ BJPയുടെ പച്ചപ്പ് മങ്ങിത്തുടങ്ങുകയോ എന്ന വലിയ ഒരു റിസർച്ച് നടക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂട്ടത്തോൽവിയാണ് രാജസ്ഥാനിൽ ഏൽക്കേണ്ടി വന്നത്. അവിടെ 25-ൽ 14 മണ്ഡലങ്ങൾ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 2014-ലും 2019-ലും 25-ൽ 25 നേടി ഫുൾ മാർക്ക് നേടിയ മോദിയുടെ ടീമിന് എന്താണ് പറ്റിയത്? വലിയ തിരിച്ചടിയാണ് നഗരഹൃദയത്തിൽ പോലും ഏറ്റത്. നമുക്കറിയാമല്ലോ, ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ BJPയുടെ വോട്ട് ഷെയറിൻ്റെ 80% നഗരഹൃദയങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. ഗ്രാമീണ മേഖലയിലാണ് കോൺഗ്രസിൻ്റെ ആധിപത്യം. അതിപ്പോൾ ഗുജറാത്തിലെ കാര്യമായിരുന്നാലും അഹമ്മദാബാദിലും സൂററ്റിലും അതുപോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ BJPക്ക് കിട്ടുന്ന വോട്ട് ഷെയർ ഗ്രാമീണ മേഖലയിൽ കിട്ടാറില്ല. അതൊരു ഫാക്റ്റാണ്. അതുതന്നെയാണ് രാജസ്ഥാനിലും ആവർത്തിക്കപ്പെട്ടത്. പക്ഷേ കൃത്യമായ ഉള്ള ഏകോപനം നടക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ വസുന്ധരയെ കൃത്യമായി പാർട്ടിയിൽ നിന്നും ചാടിച്ച് പ്രത്യേകമായൊരു പാർട്ടി ഉണ്ടാക്കി നീക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതല്ലെങ്കിൽ വസുന്ധരയുടെ വിശ്വസ്തരോടൊപ്പം വന്നാൽ കോൺഗ്രസിലേക്ക് ലയിപ്പിച്ച് വസുന്ധരയ്ക്ക് താക്കോൽ സ്ഥാനം നൽകാം എന്നുള്ള സൂചനയും നൽകുകയാണ്.